കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ തടസ്സപ്പെടുത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ മൈം വീണ്ടും വേദിയിലെത്തി. വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടതോടെയാണ് കലോത്സവം പുനരാരംഭിച്ചത്. പിന്നാലെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തു. കനത്ത പോലീസ് കാവലിലാണ് വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ സന്ദേശം കലയിലൂടെ ആവിഷ്കരിച്ചത്. പലസ്തീൻ അനുകൂലമായി മറ്റ് വിദ്യാർത്ഥികൾ സദസ്സിൽ മുദ്രാവാക്യം ഉയർത്തിയെങ്കിലും വേദിയിൽ മൈം തുടങ്ങിയപ്പോൾ നിശബ്ദത. അവതരണം അവസാനിച്ചപ്പോൾ കയ്യടികളും മുദ്രാവാക്യങ്ങളും വീണ്ടും ഉയർന്നു. ഓടിപ്പിച്ച സാറന്മാരും വീണ്ടും നമ്മൾ കളിക്കാൻ പറ്റിയല്ലോ, നമുക്ക് നല്ല സന്തോഷം. നമ്മൾ വ്യക്തമാക്കി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്താൽ പറ്റി. വളരെ സന്തോഷമുണ്ട്. തൊട്ടു പിന്നാലെ സ്കൂൾ കവാടത്തിന് മുന്നിൽ യുവമോർച്ച BJP പ്രവർത്തകരുടെ പ്രതിഷേധം. നമ്മൾ പറയുന്നത് ഒരു സ്കൂളിൽ രാഷ്ട്രീയം വിളിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പാലസ്തീനി മുദ്രാവാക്യ ഒരു ചാലഞ്ചിലായിട്ട് എടുത്തത്. നമ്മൾ പാലസ്തീനി മുദ്രാവാക്യം വിളിക്കൂ. ആരോപണ വിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തിയായിരുന്നു കലോത്സവ നടത്തിപ്പ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കും. മൈം അവതരണം തടസ്സപ്പെടുത്തിയതിൽ അധ്യാപകർക്ക് വീഴ്ച പറ്റിയില്ല എന്ന റിപ്പോർട്ടാണ് DDE പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറിയത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.